it's the turn of Team B. ചില വാദ്യോപകരണങ്ങളുടെ സൗണ്ടാണ് അനുകരിക്കുന്നത്. ആദ്യമായി ഒരു മൃദംഗം. ഒരു ഡ്രംസ്. സിനിമാ താരങ്ങളും TV അവതാരകരും കൂടി പാടുന്നു. പ്രിയമുള്ള കലാസ്നേഹികളെ, എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. കരളെ, എൻ്റെ കരളിൻ്റെ കരളെ, എന്നോടൊന്ന് ചിരിക്കൂ. കിളിയെ, എൻ്റെ മാനസ കിളിയെ, വെറുതെ നിന്ന് കിണുങ്ങാതെ. ഞാനില്ല ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ എൻ വഴിവായി എൻ്റെ കുറുമ്പി. ഇനി ഞാനൊരു പാട്ട് പാടാം. ലജ്ജാവതിയെ, നിന്റെ ഉണ്ടക്കിടക്കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ, തേനായാലും തേൻനിലാവായാലും ഇന്ന് ബാലകലോത്സവം ഉറപ്പ. തൊട്ടുരുമി നിന്നാട്ടേ, തൊട്ടുരുമി നിന്നാൽ അറിയാമല്ലോ, ഞാനൊരു വികാര ജീവിയ. മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജ, രാജ, റാണി, ഗുലാൻ, ഇസ്പീഡാസ് ഓർമ്മയിരിക്കട്ടെ. ഹലോ മിസ്റ്റർ ബാബു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഈ രഹസ്യ സ്റ്റേജിൽ വന്നവരാരും തന്നെ എൻ്റെ പാട്ട് കേൾക്കാതെ പോയി ചരിത്രമില്ല. ഭേദമായി ഞാനൊരു പാട്ട് പാടാം. കടലിനക്കരെ പോണവരെ, കാണപ്പിന്നിന് പോണവരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? ഉണ്ട കൊണ്ടുവരും. ഭേദമായി ഉണ്ട കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ മുതലെ കുഞ്ഞുങ്ങൾക്ക് ഇരയാവുന്നതായിരിക്കും. പുല്ലേ, ഇനി ഞാൻ പാടാം. കണ്ണും കണ്ണും ചാക്കോച്ചി, കണ്ണു കുള്ളെ ചാക്കോച്ചി, കപ്പേ മീനും ചാക്കോച്ചി, കൊത്തി തിന്നും ചാക്കോച്ചി, ശർക്കര തിന്നും ചാക്കോച്ചി, വെള്ളം മോന്തും ചാക്കോച്ചി, ഷിറ്റ് ഷിറ്റ് ചാക്കോച്ചി. അത്ര മതി. പാട്ടിങ്ങിനല്ല പാടേണ്ടത്, നല്ല ശ്രുതിയും താളവും എല്ലാം ഒപ്പിച്ചു വേണം പാടാൻ. ഞാൻ പാടാം, കേട്ട് പിടിച്ചോ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ചുണ്ടോ, കുഞ്ചിന് തീറ്റ കൊടുക്കാൻ ഞാൻ. കുഞ്ഞു കിടന്ന് കരിയില്ലേ, കുഞ്ഞു കിടന്ന് കരച്ചാലുണ്ടല്ലോ കുത്തി കുടലേനെടുക്കും. അത് വേറൊരു കാര്യം. വളരെ പേഴ്സണലായിട്ട് പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു മിമിക്രി കാണിക്കാം. ആദ്യമായിട്ട് അനുകരിക്കാൻ പോകുന്നു തവളയുടെ ശബ്ദം. ആദ്യമായി പ്രധാന വാർത്തകൾ. മായാവി കുപ്പിയിലായി. കുട്ടൂസിനും ഡാഗിനിയും കൂടി മായാവിയെ കുപ്പിയിലിറക്കിയതാണോ അതോ മായാവി സ്വയം കുപ്പിയിലിറങ്ങിയ ശേഷം കോർക്ക് വെച്ചടച്ചതാണോ എന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ ഹരിശ്രീ അശോകൻ ലൈനിലുണ്ട്. ഹരിശ്രീ അശോകൻ, എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ മായാവിക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ? കിടക്കത്ത് കിടപ്പുണ്ടോ നികേഷ? കിടക്കട്ടെ കിടപ്പ്. നീ ചെകിളങ്ങാട് പൊളിച്ചു നോക്കി. മത്സ്യകന്യകനാണ് മുതലാളി, മത്സ്യകന്യകൻ. ചക്രമാമ്പഴം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ മാധവനോടി മാവിൻ്റെ മുകളിൽ കയറി. പുള്ളിയനുറുമ്പ് പിടിച്ച് കടിച്ച് 15 തുത്തും മാധവൻ പിന്നെയും കയറി. മാധവൻ്റെ ഒരു തമാശ. സിനിമാ താരം രാജേന്ദ്രൻ, ഞാൻ ഈ പറമ്പിലുണ്ടാവണ ചക്കയുടെയും മാങ്ങയുടെയും കാര്യം നിന്നോട് ചോദിച്ചോ മാധവ? നമ്മുടെ കുട്ടിക്കൊരു നല്ല ആലോചന ഉണ്ടായപ്പോൾ നടുവേ നിന്ന് നടത്താണ്ട് മുടക്കാൻ നോക്കോ നീ? ഏട്ടൻ കള്ളനാന്നുള്ള പേരും പറഞ്ഞ് അവരങ്ങ് പോയാ നിനക്കെന്താലേ മാധവ? തമിഴ് സിനിമയിലെ സൂപ്പർ താരം പ്രകാശ് രാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവസാനത്തെ ഗാനത്തിനായി അദ്ദേഹത്തിനെ നമുക്ക് ഈ വേദിയിലേക്ക് ഹാർദവുമായി ക്ഷണിക്കുകയാണ്. கமல பார்த்துருக்கேன், ரஜினியை பார்த்துருக்கேன், சிவாஜி பார்த்துருக்கேன். ஏன்னா நினைப்பேன், கோபம் உள்ள இருக்கேன். ஏதாவது கோபம் கலந்தா துக்கம் துக்கம் வெளியே போயிடுவேன். என் கரலை தாமசிச்சா 40,000 ராட்சசி, சம்பதமாக சேர்ந்துன்னா 9,000 ராட்சசி. പരിപാടിയുടെ അടുത്ത